ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേഷ്യലാണ്. ഇതിലാകെ 2 സ്റ്റെപ്സാണ് വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്കിൻ കെയറിൽ വരുന്ന സ്റ്റെപ്സൊക്കെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ഫേഷ്യൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അത്ര നിസ്സാരമല്ല കേട്ടോ. നല്ല രീതിയിൽ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും അതുപോലെ സ്കിന്നിന് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനും യൂസിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും അതുപോലെ തന്നെ നമുക്കൊരു സ്ക്രബും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. സോ നിങ്ങൾ മിസ് ചെയ്യാതെ അവസാനം വരെയും കാണണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. 2 സ്റ്റെപ്സാണ് ടോട്ടൽ ഈ ഒരു ഫേഷ്യലിന് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ സ്ക്രബിങ് ചെയ്യാം. ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് സ്ക്രബിങ് ചെയ്യുന്നത്. നമുക്ക് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത്. സ്ക്രബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. സോ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു സ്ക്രബാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് തന്നെ കോഫി പൗഡർ എടുക്കുക. കാര്യം പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സമയം വെച്ചിരിക്കാനും പാടില്ല. നമ്മളിത് മിക്സ് ചെയ്യുക, അപ്പം തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം പോലെ ആയി പോവും. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കോഫി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ നമുക്കൊരു ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൽ തരികളില്ലെങ്കിൽ പോലും കോഫി നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തരികളോട് കൂടി തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. തരികളില്ല ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാടിട്ട് ഉരച്ച് എടുക്കുന്നതിനേക്കാളും ആ ഒരു സംഭവത്തിൻ്റെ പ്രോപ്പർട്ടി കാരണമാണ് അത് നമുക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വച്ചേക്കും, എന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെത് കുറച്ച് ലിക്വിഡ് ഫോമിലാണുള്ളത്, നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് ആ ഒരു തരിതരിപ്പൊക്കെ കിട്ടും. അത് നമ്മുടെ സ്കിന്നിൽ ഇരുന്നിട്ടായിരിക്കും അലിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ അതുപോലെ അരിപ്പൊടി ഇതൊന്നും വെച്ച് സ്ക്രബ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബാണ് നോക്കുന്നതെങ്കിൽ ഇതുപോലെ പാലും അതുപോലെ നമ്മുടെ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടും ഹാർഷ് ആവില്ല. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ടും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു സ്ക്രബാണ്. അതുകൊണ്ട് തന്നെ എന്താ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലും ഇത് നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരുപാട് കല്ലോ മണ്ണോ അങ്ങനത്തെ അത്രയും കട്ടിയുള്ള സാധനം വെച്ച് ഉരയ്ക്കുന്നതല്ല നമ്മുടെ യൂസ് ചെയ്യുന്ന സംഭവം. ഇപ്പം മൈക്രോ പീലിംഗ് അതുപോലെ തന്നെ മൈക്രോ എക്സ്ഫോളിയേറ്ററൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അത്രയും കട്ടിയുള്ള സാധനങ്ങളല്ലല്ലോ. എന്നിരുന്നാലും അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ എക്സ്ഫോളിയേഷൻ നടത്തും. അതുപോലെ തന്നെയാണ് കോഫി പൗഡറും. കോഫി പൗഡർ നമുക്ക് ആ തരിതരിപ്പ് വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി അഥവാ കിട്ടിയാലും ഓക്കെ, പക്ഷെ നമ്മൾ സ്കിന്നിൽ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. സ്കിന്ന് ഫുള്ളായിട്ട് ഈ ഒരു മിക്സർ വെച്ച് നല്ല രീതിയിൽ സ്ക്രബ് കൊടുക്കുക. നന്നായിട്ട് സ്കിൻ വൈറ്റനിങ്ങിനും സൂപ്പറാണ്. നല്ല രീതിയിൽ നിറം വയ്ക്കാനും അതുപോലെ ഫെയർ സ്കിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ചെയ്ത് നോക്കണം. ഇൻസ്റ്റൻ്റായിട്ട് ആ ഒരു ഫ്രഷ്നെസ്സും ബ്രൈറ്റ്നെസ്സും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഫേസിലോട്ട് ഈ ഒരു സംഭവം നമ്മുടെ കോഫിയുടെ മാസ്ക് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഫേഷ്യൽ എപ്പോഴാണ് ചെയ്യുന്നത്, നമുക്ക് ഒന്ന് സ്കിന്ന് ഡള്ളാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട് സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളപ്പോൾ. ആക്ച്വലി ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ഏതൊരു പാർലറിലുള്ള ഫേഷ്യലിനും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും റിസൾട്ട് തരുന്നതാണ്. ഈ ഒരു സ്ക്രബാണ് നമ്മളുടെ ഫസ്റ്റ് സംഭവമെങ്കിലും ഇത് നമ്മൾ ചെയ്തിരിക്കണം. കമ്പൽസറി നിങ്ങൾ ഈ സ്റ്റെപ്പ് മിസ് ചെയ്യാതെ ചെയ്യണം. എന്നിട്ട് വലിച്ച് ഫുൾ തുടയ്ക്കരുത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് മതി. സ്ക്രബ് ചെയ്തതിന് ശേഷം, മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക. അതിനുശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഫുള്ള് കളയരുത്, കുറച്ചൊന്ന് ഒപ്പിയെടുത്താൽ മതി. ഓക്കെ,
ഓൾറെഡി പാക്കും സ്ക്രബും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ഫേഷ്യൽ ചെയ്യാനായിട്ട് തുടങ്ങാൻ. അടുത്തതായിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ എന്തുമാത്രം സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ തൈരില്ലാത്ത ഒരു ഫേഷ്യൽ നമുക്ക് അത്രയും പീക്കിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ നമുക്ക് ഇതുവരെയും ഹോം റെമഡീസിൽ ഏറ്റവും നന്നായിട്ട് ഫേഷ്യലിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് തൈര്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കട്ട തൈര് തന്നെ വേണമെന്നൊന്നുമില്ല. കട്ടയുള്ളപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യും. ഹൈലി മോയ്സ്ചറൈസിങ് ആണ്. പക്ഷെ വെള്ളം പോലെ ഇരിക്കുമ്പോൾ നമുക്കതങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാനിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തപ്പോൾ കുറച്ച് അധികമായിപ്പോയി, അതുകൊണ്ട് ഞാനത് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അത് അറിയാതെ ആദ്യം മിക്സ് ചെയ്ത് പോയതാണ്. പിന്നെ എനിക്ക് തോന്നി ഇത്രയും ആവശ്യമില്ല, ഇത്രയും സ്കിന്നിന് വേണ്ട. അങ്ങനെ ഞാനതിൽ നിന്ന് കുറച്ച് ആ ഒരു മഞ്ഞൾ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് അത്രയും മഞ്ഞളിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്കിന്നിൽ അത്രയും മഞ്ഞൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു നുള്ളു മഞ്ഞളോ ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണോ മഞ്ഞൾപ്പൊടി മാത്രം, കസ്തൂരി മഞ്ഞളിൻ്റെയോ നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുന്ന ഏതൊരു മഞ്ഞളിൻ്റെ പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ചെയ്യാനും സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്ത് കഴിയുമ്പം പെട്ടെന്നൊരു ഗ്ലോ വരുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നന്നായിട്ട് പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനാണ് നമ്മൾ മെയിനായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫേസ് പാക്കിൽ മഞ്ഞൾ അൺഅവോയ്ഡബിളാണ്. പിന്നെ നിങ്ങൾക്ക് തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മഞ്ഞളിന് പകരമായിട്ട് നിങ്ങൾ തക്കാളിയുടെ നീരോ തേനോ ചേർത്ത് കൊടുത്താൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ നന്നായിട്ട് സ്കിന്നിൽ വർക്കാവുന്ന ഐറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഞ്ഞൾ തന്നെ യൂസ് ചെയ്യണം. മഞ്ഞളും തൈരും തമ്മിലുള്ള കോമ്പിനേഷൻ അൺബീറ്റബിളാണ്. ഇത് നിങ്ങളിപ്പോൾ ഫേഷ്യൽ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഫേസ് പാക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വന്നാൽ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ തന്നെ കാണാൻ പറ്റും. പല യൂട്യൂബ് സെലിബ്രിറ്റീസിൻ്റെയും വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവരുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസിലെല്ലാം തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സംഭവമായിരിക്കും. തൈര് എന്തായാലും ഉണ്ടായിരിക്കും. കാര്യം നന്നായിട്ട് സ്കിന്നിൽ നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് തൈര്. നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും വേണമെങ്കിൽ തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ പാക്ക് ഇങ്ങനെ തന്നെ വേണം എന്നില്ല, സാധാരണ തൈര് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേഷ്യൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഫ്രഷ്നെസ് വേണം, ഡള്ളായി പോയെന്ന് തോന്നുമ്പോൾ ഫേഷ്യൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും നമുക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ചേക്കാം. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുള്ളൂ. ഒരുപാട് ഡ്രൈ ആവണ്ട, സെമി ഡ്രൈ ആയാൽ മതി. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമുക്കിത് കഴുകി കളയാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എപ്പോഴാണോ നിങ്ങൾക്ക് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നതായിട്ട് തോന്നുന്നത് ആ സമയത്ത് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സെമി ഡ്രൈ ആയാൽ മതി, മുഖത്തൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട്. പിന്നെ 10 മിനിറ്റിന് മുന്നേ നിങ്ങൾക്ക് ഡ്രൈ ആയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കോരി ഒഴിക്കരുത്, എല്ലാം കൂടെ ഒലിച്ച് വരും. അത്രയും കട്ടിയില്ലാത്ത തൈര് മാത്രം ചേർത്തിട്ടുള്ള പാക്കല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്തായാലും ഇരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് വരെയൊക്കെ എന്തായാലും ഇരിക്കും. നല്ല കട്ട തൈരാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം സൂക്ഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുഖത്ത്. നേരത്തെ ഞാൻ പറഞ്ഞത് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് വെള്ളം സൂക്ഷിക്കാൻ പറഞ്ഞത്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ഒത്തിരി ഡ്രൈ ആയിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ്. കണ്ടോ, സീ ദ റിസൾട്ട്. ഞാനിനി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഫേഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും ഒക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഫേഷ്യലിൻ്റെ റിസൾട്ട് കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.